السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 254 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഇതിനോട് അധ്വാനിക്കുന്നവർ, ഇത് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 254 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ജന്നത്തില്ലതീ വഇദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉക്ലുഹാ ദായിമുൻ വദില്ലുഹാ تلك عقبى الذين اتقوا وعقبى الكافرين النار. اللهم اجرنا من النار. والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب. وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعدما جاءك من العلم ما لك من الله من ولي ولا واق. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب. يمحو الله ما يشاء ويثبت وعنده أم الكتاب. وإما نرينك بعض الذي نعدهم أو نتوفينك فإنما عليك البلاغ وعلينا الحساب. أولم يروا أنا نأتي الأرض ننقصها من أطرافها والله يحكم لا معقب لحكمه وهو سريع الحساب. وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار. صدق الله العلي العظيم. നമ്മൾ ഓതി വെച്ചത് പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 35 മുതൽ 42 വരെയുള്ള 8 ആയത്തുകളാണ്. സത്യനിഷേധികളെക്കുറിച്ചും അവിശ്വാസികളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. 2 ലോകത്തും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അസഹ്യമായ പരലോക ശിക്ഷയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ആരുമൊട്ടുണ്ടാകില്ലതാണ്. ഇനി സത്യവിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്. അവരുടെ അന്തിമ സങ്കേതവും അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശാശ്വത ഭവനമായ സ്വർഗത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണ്. കാഫിറുകളെക്കുറിച്ച് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെക്കുറിച്ച് പറയും, അല്ലേ? അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ താക്കീത് ചെയ്യാനുമാണ് അങ്ങനെ രണ്ടും ഒപ്പം പറയുന്നത്. നമുക്ക് പ്രതീക്ഷയാണ് മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാം എന്നത്. മുത്തഖീങ്ങളായി ജീവിച്ച എല്ലാ ആളുകൾക്കും സർവ്വവിധ ആഡംബരങ്ങളും പരലോകത്ത് സ്വർഗലോകത്ത് റെഡിയാണ്. ആഗ്രഹിക്കുന്നതെന്തും ആനന്ദകരമായ എല്ലാം ക്ഷണം നേരം കൊണ്ട് അവരുടെ മുന്നിലെത്തും. വിശുദ്ധ ഖുർആൻ ഈ വിഷയം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഹദീസുകളിലും നിരവധി പരാമർശങ്ങളുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകളുണ്ട് അവിടെ, നിരന്തരമായ നിഴലുണ്ട്, നിരന്തരമായ തണലുണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന സുന്ദരികളായ ഹൂർലിംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാം അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ആ സ്വർഗാവകാശം ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ കൊടുത്ത് അല്ലാഹു ചേർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നോക്കാം 35-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഉക്ലുഹാ ദായിമുൻ വദില്ലുഹാ തിൽക ഉഖ്ബൽ ലദീന തഖൗ വഉഖ്ബൽ കാഫിരീന അന്നാർ. മസലുൽ ജന്ന, സ്വർഗത്തിൻ്റെ ഉദാഹരണം. അല്ലത്തി ഉഇദൽ മുത്തഖൂൻ, സൂക്ഷ്മാലുക്കൾക്ക്, മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ അവസ്ഥ ഇനി പറയുന്നത് പോലെയാണ്. മസലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എങ്ങനെയാണ്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ ചുവട്ടിലൂടെ ആറുകൾ, പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉക്കുലുഹ, അതിലെ ഫലങ്ങൾ ദായിമുൻ, ശാശ്വതമാണ്, എന്നുണ്ടാവും. വളില്ലുഹ, അതിലെ തണലും, സ്വർഗത്തിലെ തണലും ദായിമാണ്, എന്നുണ്ടാവും. തിൽക ഉഖ്ബൽ ലദീന തഖൗ, അതാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവർക്കുള്ള അനന്തരഫലം. ഉഖ്ബ എന്ന് പറഞ്ഞാൽ അനന്തരഫലം. വഉഖ്ബൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ അനന്തരഫലം എന്താണ്? അവരുടെ പര്യവസാനം എന്താണ്? അന്നാർ, നരകവുമായിരിക്കും. ദായിമൻ എന്ന് പറഞ്ഞാൽ നിത്യമായി നിലകൊള്ളുന്നത്. ളില്ല് എന്ന് പറഞ്ഞാൽ നിഴൽ. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 36-ാമത്തെ ആയത്തിലേക്ക്. തൗഹീദ്, അതായത് ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല എന്നാണ് ഇനി പറയുന്നത്. മുൻകഴിഞ്ഞ വേദങ്ങളിൽ പറഞ്ഞ, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന കാര്യങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രബോധനം ചെയ്യുന്നത്. സൂറത്തു ആലു ഇമ്രാനിൽ വേദക്കാരായ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആയത്ത് അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്. 64-ാമത്തെ ആയത്ത് സൂറത്തു ആലു ഇമ്രാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അപ്പോൾ നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് വരിക, അതായത് നാം അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നൊക്കെ പറയുന്ന വാക്യം. ഇത് അടിസ്ഥാനപരമായി ഒന്നാണ്. അപ്പോൾ എല്ലാവരും, എല്ലാ പ്രവാചകന്മാരും മുൻ വേദഗ്രന്ഥങ്ങളും പ്രബോധനം ചെയ്ത അടിസ്ഥാന വിഷയം തന്നെയാണ് റസൂലുള്ളാഹിയും പ്രബോധനം ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ പല വേദപണ്ഡിതന്മാരും ജൂത ക്രിസ്ത്യാനികളും സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും ചെയ്തത്. യഹൂദികളുടെ കൂട്ടത്തിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് നജാഷി രാജാവ് പോലെയുള്ള, പിന്നെ അബിസീനിയ, നജറാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെയുള്ള പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു. ആളുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും കാര്യം തിരിഞ്ഞ ആളുകൾ മുസ്ലിമുകളായിട്ടുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും സത്യസന്ധമാണെന്ന് പരിപൂർണമായി നന്നായി അറിയാമായിരുന്നു. മാത്രമല്ല, വിഗ്രഹാരാധന പോലെയുള്ള മുശ്രിക്കുകളുടെ പല ആചാരങ്ങളും തെറ്റാണ് എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിശുദ്ധ ഖുർആനിനെയും അന്ധമായി നിഷേധിച്ച ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, സ്വാർത്ഥ ഭൗതിക താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ ചിലത് തള്ളുകയും പരിശുദ്ധ ഖുർആനിലെ ചിലത് തള്ളുകയും ചിലത് കൊള്ളുകയും ചെയ്തു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്, അത്തരം ആളുകളുടെ നിഷേധം അങ്ങ് കാര്യമാക്കേണ്ടതില്ല. അവിടുത്തെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസവും ആദർശവും എല്ലാം ഉറക്കെ പറഞ്ഞ് അങ്ങ് മുന്നേറിക്കൊള്ളൂ. നിങ്ങളൊക്കെ അംഗീകരിക്കുകയും മരണാനന്തരം മടങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ശരിയായ വഴിയിലേക്ക് ക്ഷണിക്കുക മാത്രമാണ് എൻ്റെ ദൗത്യം എന്ന് അങ്ങ് പ്രഖ്യാപിച്ച് മുന്നേറിക്കൊള്ളൂ. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക വമനൽ അഹ്സാബി മൻ യുൻകിറു ബഅദഹു ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി ഇലൈഹി അദ്ഉ വഇലൈഹി മആബ്. വല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദഗ്രന്ഥം നൽകിയ ആളുകൾ, അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും. യഫ്റഹൂന, അവർ സന്തോഷിക്കുന്നുണ്ട്, സംതൃപ്തരാകുന്നുണ്ട്. ബിമാ ഉൻസില ഇലൈക, അങ്ങേക്ക് അവതീർണമായി ഖുർആനിൽ. ഈ ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർക്കതുകൊണ്ട് സന്തോഷമുണ്ട്, ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. ഇനി അതേസമയം ഒമിനൽ അഹ്സാബി, ആ വിഭാഗങ്ങളിൽ തന്നെയുണ്ട് മൻ, ചില ആളുകൾ, യുൻകിറു, നിഷേധിക്കുന്ന ആളുകൾ, ബഅദഹു, പരിശുദ്ധ ഖുർആനിലെ ചിലത്. പരിശുദ്ധ ഖുർആനിലെ ചിലത് നിഷേധിക്കുന്ന ആളുകൾ ആ വിഭാഗത്തിൽ തന്നെയുണ്ട്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ പാർട്ടികൾ, വിഭാഗങ്ങൾ എന്നർത്ഥം. നബി അങ്ങ് അതൊന്നും കാര്യമാക്കേണ്ട, അവരുടെ നിഷേധമൊന്നും കാര്യമാക്കേണ്ട. അങ്ങ് എന്ത് പറഞ്ഞോളൂ, ഇതും പറഞ്ഞ് പ്രബോധന ദൗത്യം തുടർന്നോളൂ. എന്താ പറയേണ്ടത്?
ഖുൽ നബി അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നമാ ഉമിർത്തു തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടത് അൻ അഅ്ബുദല്ലാഹ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്, വലാ ഉശ്രിക ബിഹി അവനോട് ഒരാളെയും പങ്കു ചേർക്കരുത് എന്നുമാണ്, ഇലൈഹി ആ അള്ളാഹുവിലേക്കാണ് അദ്ഉ ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കുന്നത് ആ അള്ളാഹുവിലേക്കാണ്, ഇലൈഹി ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് മആബ് പിന്നെ മടക്കവും, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മടക്കം ആ അള്ളാഹുവിലേക്കാണ്, ആ അള്ളാഹുവിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. മആബ് എന്ന് പറഞ്ഞാൽ മടക്കം. വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക. അപ്പോൾ അവരുടെ വേദഗ്രന്ഥവും പരിശുദ്ധ ഖുർആനും തമ്മിൽ അടിസ്ഥാനപരമായി യോജിപ്പുണ്ട് എന്ന കാരണം കൊണ്ട് സത്യത്തിൽ വേദക്കാർ മുഴുവനും ഖുർആനെ സംബന്ധിച്ച് സന്തോഷിക്കേണ്ട ആളുകളാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. ഒരു വിഭാഗം സന്തോഷം പ്രകടിപ്പിച്ചു, താല്പര്യം പ്രകടിപ്പിച്ചു, മറുവിഭാഗം നിഷേധിച്ചു. ആ സന്തോഷം പ്രകടിപ്പിച്ച വിഭാഗത്തെക്കുറിച്ചാണ് സൂറത്തുൽ ബഖറ 121 ഇങ്ങനെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. ഈ വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്ന ആളുകൾ, അതായത് വേദക്കാർ, അവർ ഖുർആനിൽ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച ആളുകളുണ്ട്, അവരാണ് ഈ സന്തോഷിച്ചത് ഈ ആയത്തിൽ പറഞ്ഞ പോലെ. ഇനി അവരിൽ തന്നെയുണ്ട് വമിനൽ അഹ്സാബി മൻ യുൻകിറു ബഅദഹ്, അതായത് അവരുടെ നിലവിലുള്ള വിശ്വാസാചാരങ്ങൾക്ക് നിരക്കാത്തതായി ഖുർആനിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നിഷേധിക്കും. ഈ ആളുകളാണ് ഭൂരിഭാഗം. ഇവരങ്ങനെ ഇസ്ലാമിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശത്രുക്കളായി മാറി. ഒരുപാട് ആളുകളുണ്ട്. കഅബ് ഇബ്നുൽ അഷ്റഫ് പിന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട യഹൂദികളുടെ തലവനായിരുന്നു അദ്ദേഹം. അപ്പോൾ മൂപ്പര് ഈ എതിർപക്ഷത്താണ്, നിഷേധിച്ച പക്ഷത്താണ്. അതേപോലെ പിന്നെ സയ്യിദ് ആഖിബ് തുടങ്ങിയ നജ്റാനി ക്രിസ്തീയ നേതാക്കൾ ഒക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 37-ാമത്തെ ആയത്ത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാ മനുഷ്യരും, മുസ്ലിങ്ങളെന്നല്ല, എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആ അടിമകൾ വഴിതെറ്റിപ്പോകുന്നത് അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എല്ലാ സമൂഹങ്ങൾക്കും സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ അയക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ ഇറക്കിയതും അതിനുവേണ്ടി തന്നെയാണ്. അങ്ങനെ ആദ്യകാല സമൂഹങ്ങൾക്ക് വ്യത്യസ്ത ഭാഷയിൽ വേദങ്ങൾ നൽകിയതുപോലെ ശുദ്ധമായ അറബി ഭാഷയിൽ ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് വേദക്കാർക്ക് അവതരിപ്പിച്ചു കൊടുത്തതുപോലെയുള്ളൊരു വേദഗ്രന്ഥം തന്നെയാണ് ഈ ഖുർആനും. മനുഷ്യൻ അറിയേണ്ട, അവൻ അനുഷ്ഠിക്കേണ്ട പല നിയമങ്ങളും മാർഗദർശനവുമാണ് ഖുർആനിലുള്ളത്. അറബികളിലേക്കാണ് അത് അവതരിക്കുന്നത് എന്നതുകൊണ്ട് ശുദ്ധമായ അറബി ഭാഷയിലായിരിക്കുകയാണ്. വളരെ വ്യക്തമായി യുക്തിയുക്തമായി ഈ ഖുർആൻ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കാനുള്ള അറിവും കഴിവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ജനങ്ങൾ അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ അവരുടെ താല്പര്യം മറ്റൊന്നാണ് എന്നുള്ള നിലക്ക്, അതായത് ഖുർആന് പ്രതികൂലമാണ് എന്നുള്ള നിലക്ക് അങ്ങ് അവരുടെ വഴിക്ക് തിരിയരുത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയ്യ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദമാ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്. വകദാലിക അതുപോലെ എന്ന് പറഞ്ഞാൽ മേൽ പറയപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലെ അൻസൽനാഹു ഈ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു ഹുക്മൻ അറബിയ്യ അറബി ഭാഷയിലുള്ള ഒരു നിയമ സമുച്ചയമായി, അറബി ഭാഷയിലുള്ള ചില നിയമങ്ങളായി ഈ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതുപോലെ? പൂർവ്വ സമുദായങ്ങൾക്ക് അവരുടെ ഭാഷയിൽ നാം വേദഗ്രന്ഥങ്ങൾ നൽകിയതുപോലെ. അതാണ് കദാലിക്കിൻ്റെ അർത്ഥം. കദാലിക്കിൻ്റെ അർത്ഥം എന്താണ്? പൂർവ്വ സമുദായങ്ങൾക്ക് അവരുടെ ഭാഷയിൽ നാം വേദഗ്രന്ഥങ്ങൾ നൽകിയതുപോലെ അൻസൽനാ ഹുക്മൻ അറബിയ്യ ഈ ഖുർആനിനെ അറബി ഭാഷയിലുള്ള ചില നിയമങ്ങളായി അല്ലെങ്കിൽ ഒരു നിയമ സമുച്ചയമായി നാം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലായതിന് ശേഷം വലഇൻ ഇത്തബഅത അഹ്വാഅഹും താങ്കൾ അവരുടെ തന്നിഷ്ടങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ബഅദമാ ജാഅക മിനൽ ഇൽമി താങ്കൾക്ക് ജ്ഞാനം കൈവന്ന ശേഷം, താങ്കൾക്ക് ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്ന അറിവ് കിട്ടിയതിനു ശേഷം താങ്കൾ ഇനിയും അഹ്വാഅഹും അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ, അഹ്വാ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടങ്ങൾ, മാ ലക മിനല്ലാഹി
താങ്കൾക്ക് അള്ളാഹുവിൽ നിന്നുണ്ടായിരിക്കുകയില്ല മിൻ വലിയ്യിൻ ഒരു സഹായിയും വലാ വാഖിൻ ഒരു സംരക്ഷകനും. വാക്ക് എന്ന് പറഞ്ഞാൽ കാത്തു സംരക്ഷിക്കുന്ന ആൾ, രക്ഷിക്കുന്ന ആൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു സഹായി, വലിയ എന്ന് പറഞ്ഞാൽ സഹായി എന്നർത്ഥം വെക്കാം. ഒരു വലിയോ ഒരു സഹായിയോ ഒരു രക്ഷകനോ അങ്ങേ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വേദക്കാരുടെ തന്നിഷ്ടങ്ങളെ നബിയെ താങ്കൾ പിൻപറ്റരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് തങ്ങളോടുള്ള അഭിസംബോധനയാണ് ശരി. പക്ഷേ തങ്ങളങ്ങനെ ചെയ്യുമെന്നതുകൊണ്ടല്ല, അത് നമ്മളോടാണ് പറയുന്നത്. അമ്പിയാക്കൾ മാസൂമിയങ്ങളാണ്, പാപസുരക്ഷിതരാണ്. സംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിലും അനുയായികളും മറ്റു മനുഷ്യരെല്ലാവരുമാണ് അവിടുത്തെ ലക്ഷ്യം, അവിടുത്തെ ഉദ്ദേശം. ഇത്തരം ശൈലി ഖുർആൻ പലയിടത്തും കാണാം അല്ലേ. അപ്പോൾ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സാധുതയും സത്യതയും സ്വീകാര്യതയും ബോധ്യമായിട്ടും അത് തള്ളിക്കളയുന്ന ആളുകൾക്ക് ശാശ്വത പരാജയവും നരകവുമാണ് പരലോകത്തുണ്ടാവുക. ഒരു സംരക്ഷകരും ഒരു രക്ഷപ്പെടുത്താനുള്ള ആളും അവിടെ ഉണ്ടാവുകയില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വേദക്കാർക്ക് ഒരു മോഹമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. എന്ത്? എങ്ങാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുകൂലമായി പ്രബോധന വിഷയത്തിൽ വല്ല വിട്ടുവീഴ്ചയും ചെയ്താലോ, അങ്ങനെയാണെങ്കിൽ നന്നാവുമല്ലോ എന്നൊരു പ്രതീക്ഷ ഓൽക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ തങ്ങളെ എതിർത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല പറയാണ് ആ മോഹം തീരെ വേണ്ട എന്നാണ് ഇവിടെ ഈ ശൈലി ഉപയോഗിച്ചതുകൊണ്ട് അല്ലാഹു തആല പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാമർശങ്ങൾ അവരുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കാനും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സഹായിക്കുകയും ചെയ്യുമല്ലോ. നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതെന്ന് പറയുമ്പോൾ ഇത് സത്യം തന്നെയാണ്, ഞങ്ങൾ മാറിപ്പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സത്യവിശ്വാസികളെ ഇത്തരം പ്രയോഗങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ 38, 39 കടക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വം ചർച്ചാ വിഷയമാക്കി പുകമറ സൃഷ്ടിക്കാൻ ഓറിയൻ്റലിസ്റ്റുകളും ജൂതലോബികളും അടക്കം പല ആളുകളും പണ്ടുകാലം മുതലേ ശ്രമം നടത്താറുണ്ട്. അന്ന് മുതൽ ഇന്നുവരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികളും അല്ലേ, അങ്ങനെ പറയണം. അവർക്ക് യുക്തിയില്ല ശരിക്ക്, എന്നിട്ടും യുക്തിവാദി എന്ന് പറയണം. വെറും പൊട്ടത്തരങ്ങളെ വിളിച്ച് പറയാം. അപ്പോൾ യുക്തിവാദികളും മറ്റുമൊക്കെയാണ് ഈ റോള് ഇന്ന് കൃത്യമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വം ചർച്ചയാക്കിയിട്ട് അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇത് വളരെ പഴഞ്ചൻ വാദമാണ്. എന്തെങ്കിലുമൊക്കെ പഴുതുണ്ടോ എന്ന് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക്ഷേപിക്കാൻ പഴുതുണ്ടോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജൂതന്മാർ ആക്ഷേപിച്ചിരുന്നു അത്ര ഈ വിഷയം പറഞ്ഞിട്ട്. ഇത് പണ്ടേ ഉള്ളതാണെന്ന് അർത്ഥം. എന്താ പറഞ്ഞതെന്നറിയോ? നബിയാണ് എന്ന് വാദിക്കുന്ന ഒരാൾക്ക് ഇത്രയേറെ ഭാര്യമാരുണ്ടായാൽ ആരാധനകൾ ചെയ്യാനും ദീനി ദഅവി പ്രബോധനങ്ങൾ നടത്താനുമൊക്കെ പിന്നെ എങ്ങനെയാണ് സമയം കിട്ടുക? നുബുവത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ തന്നെ ഒരുപാടുണ്ടാവില്ലേ? ഇതാണ് അവർ ചോദിച്ചിരുന്നത്. പരിഹസിക്കുകയാണ് അവർ, കളിയാക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരാകരിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അവർ. അതുപോലെ അവർ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ആളുകളെപ്പോലെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു? എന്തുകൊണ്ട് അങ്ങാടിയിൽ കൂടെ നടക്കുന്നു? ഇങ്ങനെ അവിശ്വാസികളും പറയാറുണ്ടായിരുന്നു. ജൂതന്മാരെ നേരത്തെ പറഞ്ഞ പോലെ പറയും, ഇപ്പം പറഞ്ഞതുപോലെ അവിശ്വാസികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാറുണ്ടായിരുന്നു. ഇവർക്കെല്ലാമുള്ള മറുപടിയായിട്ടാണ് 38-ാം ആയത്ത് ഇറങ്ങുന്നത്. ഭാര്യമാരുടെ ആധിക്യമാണ് പ്രശ്നമെങ്കിൽ ജൂതന്മാരെ നിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വേദക്കാരെ നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മറ്റു പല പ്രവാചകരെയും നിങ്ങൾ ആക്ഷേപിക്കേണ്ടതാണ്. കാരണം എന്താ? വേറെയും പല പ്രവാചകന്മാർക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടുണ്ട്, നിരവധി മക്കളുണ്ടായിട്ടുണ്ട്. അവരൊന്നും ആ പ്രവാചകന്മാർ ആക്ഷേപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രവാചകന്മാർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്ന ആളുകളുമാണ് അവർ. അപ്പോൾ പിന്നെ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? മഹാനാ ദാവൂദ് നബി അലൈഹി സ്വലാം, കിങ് ഡേവിഡ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം, കിങ് സോളമൻ എന്ന് പറയുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനും ഒട്ടേറെ പത്നിമാരുണ്ടായിരുന്നു. ഇവിടെ അല്ലാഹു തആല അവരോട് പറയുന്നത് ഇതാണ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതിയ റസൂലല്ല. അവിടത്തേക്ക് മുമ്പും പല മുർസലുകളും വന്നിട്ടുണ്ട്. ഭാര്യമാരും കുടുംബജീവിതവുമൊക്കെ അവർക്കുണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. വിവാഹവും കുടുംബജീവിതവും ഒന്നും പ്രവാചകത്വത്തിന് തടസ്സമല്ല. അതുപോലെ അവർ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന്.
ഒന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ പിന്നെ വേറൊന്ന് കാണാമെന്ന് പറയും, അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി പറയും. ദുർവാശി പിടിച്ച് പല അമാനുഷിക കാര്യങ്ങളും കാണിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. സൂറത്തുൽ ഇസ്രായിൽ 90 മുതൽ 93 വരെ ഒരു ഉദാഹരണം. പിന്നെ അവർ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തം എന്തുകൊണ്ട് കാണിച്ചു തരുന്നില്ല? ഈ ചോദ്യത്തിനും അള്ളാഹു തആല ഇനിയുള്ള ആയത്തിൽ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ വാശി പിടിക്കും പ്രകാരം ഏതു ദൃഷ്ടാന്തം കാണിക്കാനും ഒരു പ്രവാചകന് കഴിയില്ല. അള്ളാഹുവിൻ്റെ സമ്മതമനുസരിച്ചാണ് അത്തരം ദൃഷ്ടാന്തങ്ങളും അമാനുഷിക കാര്യങ്ങളും ഉണ്ടാവുന്നത്, അല്ലാതെ പ്രവാചകൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അനുമതിയും ഒക്കെ അനുസരിച്ചത് നടക്കും. എപ്പോഴാണത് സംഭവിക്കേണ്ടത്, എന്തൊക്കെ തരം ദൃഷ്ടാന്തങ്ങളാണ് കാണിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചില നിശ്ചയങ്ങളും നിയമവ്യവസ്ഥകളും ഉണ്ട്. അതനുസരിച്ച് വേണ്ട സമയത്ത് വേണ്ട ദൃഷ്ടാന്തം അള്ളാഹു തആല കാണിക്കും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചെറുതോ വലുതോ ആയ ഏതു കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അവധിയുണ്ട്, നിർണയമുണ്ട്, രൂപവും ഭാവവും ഒക്കെയുണ്ട്. ആ കാര്യം എവിടെ, എങ്ങനെ, എപ്പോൾ സംഭവിക്കണമെന്നത് സംബന്ധമായ സമഗ്രമായ രൂപം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അത് നടക്കൂ. ഇതെല്ലാം വിശദമായി രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥമാണ് ഉമ്മുൽ കിതാബ്, അതായത് ലൗഹുൽ മഹ്ഫൂദ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ലികുല്ലി അജലിൻ കിതാബ്. വലഖദ് അർസൽന, നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്, അയക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, റുസുലൻ പ്രവാചകന്മാരെ, മിൻ ഖബ്ലിക അങ്ങയുടെ മുമ്പ്, അങ്ങനെ താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ അവർക്ക് നാം നൽകുകയും ചെയ്തിട്ടുണ്ട്, അസ്വാജൻ ഭാര്യമാരെ, വദുർരിയ്യത്തൻ മക്കളെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്, മുമ്പ് അയച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ. അപ്പം അതേപോലെ പ്രവാചകൻ മാത്രമാണ് നിങ്ങൾ. പിന്നെ വമാ കാന ലിറസൂലിൻ ഒരു പ്രവാചകനും കഴിയില്ല അയ്യത്തിയ കൊണ്ടുവരാൻ ബി ആയത്തിന് ഒരു ദൃഷ്ടാന്തവും ഇല്ലാ ബിഇദ്നില്ലാഹി അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ. ലിക്കുല്ലി അജലിൻ കിതാബ് ഓരോ അവധിക്കും ഓരോ പ്രമാണമുണ്ട്. ലിക്കുല്ലി അജലിൻ ഓരോ അവധിക്കുമുണ്ട്, കിതാബിൻ പ്രമാണമുണ്ട്, ഓരോ പ്രമാണമുണ്ട്. ഓരോ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നതിനൊക്കെ കൃത്യമായ പ്രമാണങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. 39-ാമത്തെ ആയത്ത് നോക്കൂ. ലോകത്തുണ്ടാകുന്ന ഏതു കാര്യത്തിനും സംഭവത്തിനുമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിശ്ചിത സമയം, രൂപവും ഭാവവും ഒക്കെ ഉണ്ട് എന്നാണ് ലിക്കുല്ലി അജ്ലിൻ കിതാബ് എന്ന് പറഞ്ഞു വെച്ചത്. അതനുസരിച്ച് അത് സംഭവിക്കും. ഇതൊക്കെ വിശദമായി ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ. ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചവയിൽ മൗലികമായതും അടിസ്ഥാനപരവുമല്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് ഭേദഗതികൾ സംഭവിക്കാവുന്നതാണ്. അതാണ് ഇനി പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയങ്ങളിൽ മൗലികമല്ലാത്ത, അടിസ്ഥാനപരമല്ലാത്ത ചില കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിലെന്താക്കാം, ഭേദഗതികൾ വരാം. അതാണ് ഇനി പറയുന്ന ആയത്തിൽ ആ കാര്യങ്ങളിൽ അള്ളാഹു തആല ഉദ്ദേശിച്ചത് മായ്ച്ചു കളയുമെന്നും അല്ലാത്തത് സ്ഥിരമായി നിർത്തുകയും ചെയ്യും എന്നും പറയുന്നത്. നോക്കാം 39-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു അള്ളാഹു തആല മായ്ച്ചു കളയും, മാ യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്, വയുസ്ബിതു അവൻ അല്ലാത്തതാണ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു തആല ഉദ്ദേശിച്ചത് അവൻ മായ്ച്ചു കളയും, വയുസ്ബിതു അല്ലാത്തത് അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വഇൻദഹു അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത് ഉമ്മുൽ കിതാബ് മൂലപ്രമാണം. കിതാബുകളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ മൂലപ്രമാണം അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് ഉദ്ദേശം, രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ട ഫലകം എന്ന് പറയാം. വേറെയും അഭിപ്രായങ്ങളുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഈ മായ്ച്ചു കളയുക എന്നാണ് ഇപ്പോൾ യംഹു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ബാധകമല്ല. അതായത് ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമേ ഈ മായ്ക്കൽ അല്ലെങ്കിൽ മാറ്റം വരുത്തൽ നടത്തുകയുള്ളൂ. നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളിൽ മാറ്റം വരുത്തൽ അടിസ്ഥാന കാര്യങ്ങളല്ലാത്ത വിഷയങ്ങളിലേ നടക്കുകയുള്ളൂ. ആ പ്രത്യേക വിഷയത്തിൽ ആ പ്രത്യേകമായ വിഷയങ്ങൾ ഏതാണ് എന്ന കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്
ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമല്ല, ഈ വാക്യത്തിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് മാറ്റം സംഭവിക്കാം. ഇതാണ് മറ്റൊരു അഭിപ്രായം. അപ്പോൾ ആയുസ്, ഉപജീവനവും റിസ്ഖും, അതേപോലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ, രോഗം, ആരോഗ്യം, വിശ്വാസം, അവിശ്വാസം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ അഭിപ്രായം അനുസരിച്ച് മായ്ക്കലിന് അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിന് വിധേയമാകാം. അതാണ് ഈ വിഭാഗം ആളുകൾ പറയുന്നത്. മഹാന്മാരായ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ വായിൽ, മഹാനായ ഖത്താദ, ഇങ്ങനെ പല മുഫസ്സിരീങ്ങളുടെയും അഭിപ്രായം ഇതാണ്. അപ്പോൾ നേരത്തെ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങളിൽ ഈ പറയപ്പെട്ടതുപോലെ ആയുസ്സിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ റിസ്ഖിൻ്റെ വിഷയത്തിൽ, ഭാഗ്യനിർഭാഗ്യങ്ങളുടെ വിഷയത്തിൽ, രോഗമാരോഗ്യത്തിൻ്റെ വിഷയത്തിൽ, ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അത് മാറ്റം വരുത്തുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അടിസ്ഥാനപരമായ വിഷയങ്ങളല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചതിൽ മാറ്റങ്ങൾ വരാം എന്നാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ രണ്ടാമത് പറഞ്ഞ അഭിപ്രായം അനുസരിച്ചുള്ള ചില ദുആകൾ മഹാന്മാരായ ആളുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ റളിയല്ലാഹു അൻഹു ഒക്കെ നടത്തിയിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ദുആൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്. അവർ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനി ഫി അഹ്ലി സആദ ഫഅത്ബിത്നി ഫിഹാ. നീ എന്നെ വിജയികളുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തി വെച്ചത് എങ്കിൽ നീ എന്നെ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തണം. വഇൻ കുൻത കതബ്ത അലയ്യ ദംബ വശഖ്വ, പരാജയമാണ് എനിക്ക് വിധിച്ചത് എങ്കിൽ ഫംഹുനി, നീ എന്നെ മായ്ച്ചിട്ട് വഅത്ബിത്നി ഫി അഹ്ലി സആദ, അവിടുന്ന് മായ്ച്ചിട്ട് സൗഭാഗ്യവാന്മാരെ ആ കൂട്ടത്തിൽ, ജയിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ ചേർക്കണമേ. കാരണം ഫഇന്നക തംഹു മാ തശാഉ വതുസ്ബിത്, നീ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുന്ന ആളാണല്ലോ, ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണല്ലോ. വഇൻദക ഉമ്മുൽ കിതാബ്, നിൻ്റെ കയ്യിലാണല്ലോ ഉമ്മുൽ കിതാബ് ഉള്ളത്. മറ്റൊരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, മൻ സറഹു അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി, ഉപജീവനത്തിൽ വിശാലത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഔ യുൻസഅ ലഹു ഫി അഥരിഹി, ആയുസ്സിൽ വർധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പോൾ ഹദീസിൻ്റെ അർത്ഥം എന്താ? കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു തആല ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ അവൻ്റെ നേരത്തെ എഴുതിയ തീരുമാനം മാറ്റി എഴുതും, ഉപജീവനത്തിന് വിശാലത നൽകും, ആയുസ്സിൽ വർധനവ് കൊടുക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് അഭിപ്രായങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ചു. ഇനി 40-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണുകയും അവിടുന്ന് ദീനിലേക്ക് ക്ഷണിക്കുന്നത് നേരിട്ട് കേൾക്കുകയും ചെയ്ത ആളുകൾ, അവർ വീണ്ടും വിശ്വസിക്കാതെ നിഷേധത്തിൽ തന്നെ തുടരുമ്പോൾ അല്ലാഹു തആല അവർക്ക് പല താക്കീതുകളും കൊടുത്തിട്ടുണ്ട്. അത്തരം നിലപാട് സ്വീകരിച്ച, നിഷേധാത്മക നിലപാട് സ്വീകരിച്ച പല സമൂഹങ്ങളെയും അല്ലാഹു തആല നശിപ്പിച്ചിട്ടുമുണ്ട്, ശിക്ഷിച്ചിട്ടുമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്കും അത്തരം ശിക്ഷകൾ വന്നേക്കാം. ചിലപ്പോൾ ഒന്നും സംഭവിക്കുകയും ചെയ്യാതിരുന്നേക്കാം. ചിലപ്പോൾ അത്തരം ശിക്ഷകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷം സംഭവിച്ചേക്കാം. രണ്ടായാലും കാര്യമാക്കേണ്ട. രണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രബോധന ദൗത്യത്തെ, ബാധ്യതയെ അതൊരിക്കലും ബാധിക്കില്ല. അവിടുത്തെ ഉത്തരവാദിത്വം എന്താണ്? പ്രബോധനം ചെയ്യുക എന്നത് മാത്രമാണ്. ആളുകൾ സ്വീകരിക്കുന്നുണ്ടോ, അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അവർക്ക് ശിക്ഷ കിട്ടിയോ ഇല്ല, ഇതൊന്നും നോക്കേണ്ട കാര്യം അവിടത്തേക്കില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ്, അവൻ്റെ ഉത്തരവാദിത്തമാണ്. ആര് സ്വീകരിച്ചു, ആര് അവഗണിച്ചു മുതലായ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് വിചാരണ ചെയ്ത് ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. ഇതാണ് 40-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅഇദുഹും ഔ നതവഫയന്നക ഫഇന്നമാ അലൈക്കൽ ബലാഗു വഅലൈനൽ ഹിസാബ്. വഇമ്മാ നുരിയന്നക, ചിലപ്പോൾ താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കാം. വഇമ്മാ നുരിയന്നക, ചിലപ്പോൾ താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കാം. എന്ത്? ബഅദല്ലദീ നഅഇദുഹും, നാം അവർക്ക് താക്കീത് ചെയ്യുന്ന ചില ശിക്ഷകൾ. ബഅദല്ലദീ നഅഇദുഹും, നാം അവർക്ക് താക്കീത് നൽകുന്ന ചില ശിക്ഷകളെ നാം താങ്കൾക്ക് ചിലപ്പോൾ കാണിച്ചു തന്നേക്കാം. എന്നാൽ ജീവിതകാലത്ത് തന്നെ കാണിച്ചു തന്നേക്കാം. ഔ, അല്ലെങ്കിൽ നതവഫയന്നക, അതിനു മുമ്പേ താങ്കളെ നാം മരിപ്പിക്കുകയോ ചെയ്തേക്കാം. ഔ നതവഫയന്നക, അതിനു മുമ്പേ താങ്കളെ നാം വഫാത്താക്കുകയോ മരിപ്പിക്കുകയോ ചെയ്തേക്കാം. ചിലപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ തന്നെ അത്തരം ശിക്ഷകൾ കണ്ടേക്കാം, അല്ലെങ്കിൽ
അങ്ങനെ വഫാത്തിന് ശേഷം അത്തരം ശിക്ഷകൾ സംഭവിച്ചേക്കാൻ അർത്ഥം. എന്നാൽ ശിക്ഷകൾ കാണുന്നതിന് മുമ്പ് വഫാത്തായേക്കാം. ഇത് രണ്ടായാലും പ്രശ്നമല്ല. കാരണം എന്താ? ഫൈന്നമാ അലൈക്കൽ ബലാഗു, തീർച്ചയായും അങ്ങയുടെ ബാധ്യത പ്രബോധനം മാത്രമാണ്. പ്രബോധനമേ താങ്കൾക്ക് ഉത്തരവാദിത്തമായിട്ടുള്ളൂ. ഫൈന്നമാ അലൈക്ക, അങ്ങയുടെ മേൽ നിർബന്ധമായത് അൽ ബലാഗു, പ്രബോധനം മാത്രമാണ്, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. വഅലൈന അൽ ഹിസാബ്, വിചാരണ ബാധ്യത നമ്മുടേതാണ്. വഅലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അൽ ഹിസാബ്, വിചാരണ എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യേണ്ട ബാധ്യത നമ്മുടേതാണ്, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. ഇനി ഒരു നിങ്ങളെ ശിക്ഷകൾ കാണാതിരിക്കുക, അതൊന്നും ഒരു വിഷയമേ അല്ല. 41-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. ഭൗതികമായ ശിക്ഷകൾ വരുന്നില്ലെങ്കിൽ തന്നെയും സത്യം മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങൾ സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അറേബ്യൻ ഉപദ്വീപിൻ്റെ കാര്യം. അറേബ്യ മുഴുവനും ശിർക്ക് വാഴുകയായിരുന്നു. അല്ലെ, നമുക്കൊക്കെ അറിയാം, ജാഹിലിയ കാലഘട്ടത്തിൽ മുഴുവൻ ശിർക്കാണ്. ബഹുദൈവ വിശ്വാസികളുടെയും ബിംബാരാധകരുടെയും കൈപ്പിടിയിലായിരുന്നു അവിടുത്തെ ഭരണവും ആധിപത്യവുമൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചത്? പിന്നീട് ക്രമേണ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഗോത്രങ്ങൾ കടന്നു വന്നു, സമൂഹങ്ങൾ അങ്ങനെ പല കൂട്ടമായി കടന്നു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതനുസരിച്ച് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് ആധിപത്യം നിലനിന്നിരുന്ന പല ഭാഗവും നഷ്ടപ്പെട്ടവരെ കയ്യിൽ നിന്ന്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണത്. ഇതവർക്ക് കണ്ടുകൂടെ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അവരുടെ രാജ്യം ഇങ്ങനെ ചുരുങ്ങി വരുന്നത്, അവരുടെ ആധിപത്യം ചുരുങ്ങി വരുന്നത് കാണുന്നില്ലേ? സത്യത്തിൽ നിഷേധികൾക്കും ഈ വസ്തുത തള്ളിക്കളയാൻ കഴിയില്ല. അവരുടെ ഭൂമിയുടെ വിസ്തൃതി, അവരുടെ കൈപ്പിടിയിലുള്ള അധികാര പ്രദേശങ്ങൾ ക്രമേണ ചെറുതായി വരികയാണ്. ഓരോരോ രാജ്യങ്ങളായി ഇസ്ലാമിന് കീഴിൽ വരികയാണ്. ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത് മുതലേ അങ്ങനെ തന്നെയാണ്, ചരിത്രം അതാണ്. ഇങ്ങനെ അവരുടെ നാട് ചുരുങ്ങി വന്ന് ഭൂമിയിൽ അവർക്ക് ഇടമില്ലാതായി തീരുകയും അവസാനം അവർ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുമെന്ന് അവർക്ക് ചിന്തിച്ചുകൂടെ, മനസ്സിലാക്കിക്കൂടെ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും അനുസരിച്ചാണ് നടക്കുക. അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും മാത്രമേ പ്രപഞ്ചത്തിൽ നടക്കുകയുള്ളൂ. അതൊന്നും മാറ്റാനോ ഭേദഗതി ചെയ്യാനോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങലാണ് നിങ്ങൾക്ക് നല്ലത്. നിഷേധികളെ നിങ്ങൾക്കതാണ് നല്ലത്. അല്ലാത്തവരെ അള്ളാഹു തആല ശിക്ഷിക്കും. വിചാരണയും തുടർ നടപടികളും വളരെ വേഗം പൂർത്തിയാക്കുന്നവനാണ് അള്ളാഹു തആല. 41-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ അന്നാ നഅ്തുൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ, തീർച്ചയായും നമ്മൾ, നഅ്തിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ, അവരുടെ നാടുകൾ നാനാദിക്കുകളിൽ നിന്നും നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? അവർ കാണുന്നില്ലേ? അന്നാ നഅ്തിൽ അർദ, എങ്ങനെയാണ് നാം നാടുകളെ, ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ നാടുകളെ, നൻഖുസുഹ, നാം അതിനെ ചുരുക്കിക്കൊണ്ടുവരുന്നു, മിൻ അത്റാഫിഹ, അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും. നമ്മൾ വിശദീകരിച്ചല്ലോ. എന്താ പറയുക? ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് നടക്കുകയാണ്. അല്ലാഹു തആല യഹ്കുമു, അവനാണ് വിധിക്കുന്നത്. ലാ മുഅഖിബ ലിഹുക്മിഹി, അത് ഭേദഗതി ചെയ്യുന്ന ഒരാളും തന്നെയില്ല. ലാ മുഅഖിബ ലിഹുക്മി, മുഅഖിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഭേദഗതി ചെയ്യുന്നവർ. ഒരാൾക്കും ആ വിധി ഭേദഗതി ചെയ്യാൻ കഴിയില്ല. വഹുവ, അല്ലാഹു തആല ശരീഉൽ ഹിസാബ്, വിചാരണ അതിദ്രുതം ചെയ്യുന്നവനത്രേ, വളരെ വേഗം വിചാരണ പൂർത്തിയാക്കുന്നവനത്രേ. അള്ളാഹുവേ, ഞങ്ങളെ നീ ഹിസാബ് ചെയ്യാതെ സ്വർഗ്ഗത്തിൽ കടത്താൻ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 42-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. എത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു അല്ലേ? ഒരു മനസ്സമാധാനവും റാഹത്തും ഒരിക്കലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലങ്ങളിലൊന്നും. എവിടെയും പരിഹാസമാണ്, അവഹേളനമാണ്, നിഷേധങ്ങളാണ്, അതിക്രമങ്ങളാണ്, മർദ്ദനങ്ങളാണ്. ഇതിലൊക്കെ അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇതൊന്നും പുതിയ കാര്യമല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊന്നും പുതിയ കാര്യമല്ല. നിങ്ങൾക്ക് മുമ്പും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകർ പലരും വന്നിട്ടുണ്ട് മുമ്പ്. അവരൊക്കെ ഇത്തരം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അത്തരം പ്രവാചകന്മാർക്കെതിരെ സത്യനിഷേധികൾ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്, കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്, കടുത്ത ബുദ്ധിമുട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് പ്രവാചകന്മാരെ. അങ്ങനെ ചെയ്തത് കൊണ്ടൊന്നും പ്രവാചക നിയോഗം നിർത്തിവെക്കപ്പെട്ടിട്ടില്ല.
അല്ലെങ്കിൽ സത്യദീനിൻ്റെ പ്രബോധനം അവസാനിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അതൊക്കെ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. എതിർപ്പുകളുണ്ടാവും, അതുകൊണ്ട് താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല. മാത്രമല്ല, അങ്ങനെ എതിർത്ത കുതന്ത്രങ്ങൾ പ്രയോഗിച്ച ആ സമൂഹങ്ങളുടെ ഗൂഢാലോചനകളെയും കുതന്ത്രങ്ങളെയും അല്ലാഹു തആല തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് അവസാനം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, അവരിവിടെ നടത്തുന്ന ഇത്തരം കുതന്ത്രങ്ങളുടെ തിക്തഫലം പരലോകത്ത് വെച്ച് അവർ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. വേദനാജനകമായ ശിക്ഷയുടെ സങ്കേതമായ നരകമായിരിക്കും അവരുടെ പാരത്രികമായ ഭവനം. ഇതാണ് 42 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് മക്കറ അല്ലദീന മിൻ ഖബ്ലിഹിം ഫലില്ലാഹിൽ മക്റു ജമീഅ യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ വസയഅലമുൽ കുഫാറു ലിമൻ ഉഖബദ്ദാർ. വഖദ് മക്കറ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുണ്ടായിരുന്നവരും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഈ സമൂഹത്തിന് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ച്? അല്ലാഹു തആല അതൊക്കെ തകർത്ത് കളഞ്ഞു. അതിന് പ്രതിക്രിയ ചെയ്തു റബ്ബ്. മറുകുതന്ത്രം പ്രയോഗിച്ചു. ഫലില്ലാഹിൽ മക്റു ജമീഅ, എന്നാൽ കുതന്ത്രങ്ങൾ അത്രയും അള്ളാഹുവിൻ്റെ അധീനതയിനാണുള്ളത്. അതാണ് വാക്കിൻ്റെ അർത്ഥം. ഫലില്ലാഹിൽ മക്റു ജമീഅ, കുതന്ത്രങ്ങളെല്ലാം അത്രയും അള്ളാഹുവിൻ്റെ അധീനതയിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് എല്ലാ ഗൂഢതന്ത്രങ്ങൾക്കും പ്രതിക്രിയ നൽകാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ മക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല മറ്റുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചനകൾക്ക് കുതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ കൊടുക്കുക, അതിന് പകരം കൊടുക്കുക എന്നർത്ഥം. അള്ളാഹുവിനാണ് എല്ലാ ഗൂഢതന്ത്രങ്ങൾക്കും പ്രതിക്രിയ നൽകാൻ കഴിയുക. അതാണ് അതിൻ്റെ ആശയം. എന്നിട്ട് പറയാണ്, യഅലമു, അള്ളാഹു അറിയുന്നുണ്ട്, മാ തക്സിബു കുല്ലു നഫ്സിൻ, ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത്, ഓരോ വ്യക്തിയും നേടുന്നത് അള്ളാഹു തആല അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്നത് അള്ളാഹു തആല അറിയുന്നുണ്ട്. വസയഅലമുൽ കുഫാറു, ഈ നിഷേധികൾക്ക്, കാഫിറുകൾക്ക് പിന്നീട് മനസ്സിലാകും എന്ത്? ലിമൻ ഉഖബദ്ദാർ, പാർത്തിക ലോകത്തെ ഉദാത്തമായ പര്യവസാനം ആർക്കാണ് ഉണ്ടാവുക എന്ന് സത്യനിഷേധികൾക്ക് വഴിയെ ബോധ്യപ്പെടുന്നതാണ്. ലിമൻ ഉഖബദ്ദാർ, നല്ല പര്യവസാനം ആർക്കാണ് പരലോകത്തുണ്ടാവുക, അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. വഖദ് മക്കറ അല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള സമുദായവും ഇത്തരം മക്റുകൾ നടത്തിയിട്ടുണ്ട്, ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർക്കെതിരെ നടത്തിയിട്ടില്ലേ? നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നടത്തി. ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ നടത്തി. യഹൂദികൾ ഈസാ നബി അലൈഹി സ്വലാമിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ ഒരുപാട് കുതന്ത്രങ്ങൾ. ഇതൊക്കെ അല്ലാഹു തആല പരാജയപ്പെടുത്തി ആ പ്രവാചകന്മാരൊക്കെ രക്ഷപ്പെടുത്തി. തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെടുത്തി, തീക്കുണ്ടത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ ഫിർഔനെ രക്ഷപ്പെടുത്തി. ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അപ്പോൾ അല്ലാഹു തആല എല്ലാം പരാജയപ്പെടുത്തി. അപ്പോൾ എല്ലാ കുതന്ത്രക്കാരെയും പരാജയപ്പെടുത്താനുള്ള മറുതന്ത്രം അള്ളാഹുവിൻ്റെ പക്കലുണ്ട്. അതാണ് ഫലില്ലാഹിൽ മക്റു ജമീഅ. ആ തന്ത്രത്തെ അതിജയിക്കാനോ വെല്ലുവിളിക്കാനോ ഒരു തന്ത്രജ്ഞനും കഴിയില്ല. അതാണ് ഫലില്ലാഹിൽ മക്റു ജമീഅ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാൽ ഉദാഹരണം 30-ാമത്തെ ആയത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധനത്തിലാക്കുകയോ വധിക്കുകയോ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്യാനുള്ള മുശ്രിക്കുകളുടെ ഗൂഢതന്ത്രങ്ങളെല്ലാം അല്ലാഹു തആല പരാജയപ്പെടുത്തി. ആ വിഷയം പിന്നെ അല്ലാഹു തആല ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്ത്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു തആല തന്ത്രശാലികളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കുതന്ത്രം പ്രയോഗിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയുമെന്നർത്ഥം. അള്ളാഹുവിൻ്റെ ആ മറുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതേപോലെ മുൻകഴിഞ്ഞു പോയ പല സമുദായങ്ങളുടെയും ശിക്ഷയെക്കുറിച്ച് അവരുടെ അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട്, വമക്കറു മക്റൻ വമക്കർനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. സൂറത്തുൻ നംൽ 50-51. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, അവരറിയാതെ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. അവരുടെ തന്ത്രത്തിൻ്റെ പര്യവസാനം എങ്ങനെയാണെന്ന് നോക്കൂ. അവരെയും അവരുടെ ജനതയും മുഴുവനും നാം തകർത്തു കളഞ്ഞു. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ മറുതന്ത്രം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിച്ച് ആഖിറത്തിലേക്ക് വരവ് ചേരണ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ദുആണ്ട് വസിയത്ത് ആളുകൾ, ക്ലാസ് കേൾക്കുന്നവർ എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറും സലാമത്തും റാഹത്തും അമ്നും നൽകണ തമ്പുരാനെ. മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. ഇഖ്ലാസോടുകൂടെ ഇസ്സത്തോടുകൂടെ നിൻ്റെ ദീനിനും ഇൽമിനും ഖുർആനും ഖിദ്മത്ത് ചെയ്യാൻ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം തമ്പുരാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ.
അള്ളാഹുവെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഒരു ക്ലാസിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.